ഹലോ ഓൾ, നിങ്ങൾ കൊല്ലങ്കോട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഈ വീഡിയോ മിസ്സാക്കല്ലേ, മുഴുവനായിട്ട് കാണണേ. പിന്നെ പോയവരുടെ അനുഭവം ഇതുപോലെയൊക്കെ തന്നെയാണോ എന്നും കൂടി കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഞങ്ങൾ പാലക്കാട് ഇരുന്നിട്ട് വീഡിയോസിൽ മാത്രം കണ്ടൊരു സ്ഥലമാണ് കേട്ടോ കൊല്ലങ്കോട്. അപ്പൊ നേരിട്ട് കാണാലോ എന്നും പറഞ്ഞ് യാത്ര തുടങ്ങി. ദിവസവും ഒത്തിരി ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ആ റോഡും ബ്ലോക്കും കൂടി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ എന്താണുള്ളത് എന്നറിയാനുള്ള എക്സൈറ്റ്മെന്റ് കൂടി കൂടി വരികയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി എത്തിയത് താമരപ്പാടത്താണ്. ഞങ്ങൾ പോയത് നട്ടുച്ചയ്ക്ക് 12 മണിക്ക് നട്ടപ്ര വെയിലത്തായിരുന്നു. എന്നിട്ട് പോലും ആ സ്ഥലം നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആ ഒരു പ്രകൃതി രമണീയത എത്രത്തോളാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കേണ്ടല്ലോ. ഒരു ആനയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ്. അതുപോലെ തന്നെ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് കേട്ടോ താമരപ്പാടം. പിന്നെ വിശപ്പിന്റെ വിളി വന്നുകൊണ്ട് അടുത്ത് കണ്ട കടയിൽ തന്നെ ഞങ്ങൾ കയറി ഫുഡ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലുള്ള കുറെ കുട്ടി കടകളും നാടൻ ഫുഡും ഒക്കെ അവിടെ കാണാൻ കിട്ടും. പിന്നെ ഞങ്ങൾ പോയത് സീതാർകൊണ്ടിലേക്കാണ്. പോയിണ്ടിരുന്നോ എന്ന് തോന്നിപ്പോയൊരു സ്ഥലമാണ് കേട്ടോ അത്. പോയി വന്നവരൊക്കെ അത്രയ്ക്കും ഡിസപ്പോയിൻമെന്റുമായിട്ടാണ് തിരിച്ചറിയാവുന്നത്. കാരണം നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് പോയിട്ട് ഒന്നുമില്ലാത്തൊരവസ്ഥയുണ്ടല്ലോ, അതാണ്. തുള്ളിച്ചാടിക്കൊണ്ട് പോകുന്നുണ്ട്, എന്നാലും ഇത്രയും നമുക്ക് അവിടെ കാണാൻ പറ്റിണ്ടായിരുന്നുള്ളൂ. നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പോകുന്നത് ഒരു ഹൈ ലെവൽ ആയതുകൊണ്ടായിരിക്കാം. ഓവർ എക്സ്പെക്ടേഷൻ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഓക്കെയാണ്. പിന്നെ അവിടെ വെള്ളത്തിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും. കയ്യിൽ എക്സ്ട്രാ ഡ്രസ്സൊക്കെ കരുതിയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് വരാം. പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഫേമസ് ആയിട്ടുള്ള ചെല്ലൻ ചേട്ടൻ്റെ ചായക്കടയിലേക്കാണ് കേട്ടോ. നല്ല എന്താ പറയുക, പാലക്കാടിൻ്റെ ഗ്രാമീണത കറക്റ്റായിട്ട് കാണാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ അത്. അടിപൊളിയാണ്. പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ അവിടെ കാണാനുണ്ട് കേട്ടോ. ചിന്നഞ്ചിറ കറുപ്പസ്വാമി ക്ഷേത്രം, പെരിങ്ങോട്ടുശ്ശേരി കളം, കുടിലിടം, അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് ബാക്കി വെച്ചാണ് കേട്ടോ ഞങ്ങൾ തിരിച്ചത്. കാരണം സമയക്കുറവായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല ബ്ലോക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. നോട്ട് ദി പോയിന്റ്. പോകാൻ ഉദ്ദേശിക്കുന്നവർ നേരത്തും കാലത്തൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുക. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.